പ്രിയ വിദ്യാർത്ഥികളെ, പരീക്ഷയ്ക്കിനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവർക്കും IQ ഫിസിക്സ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് 9 മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മുടെ +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ 2018 ചോദിച്ച, അതായത് നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം, അതുപോലെ മാർച്ച് എക്സാം, മോഡൽ പരീക്ഷ, ഈ 3 പരീക്ഷയ്ക്കും ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു 10 മാർക്ക് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഗുണകരമാകും എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് സർഫസ് ടെൻഷൻ എന്ന് ചോദിച്ചു. സർഫസ് ടെൻഷൻ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു ലിക്വിഡ് സർഫസിൽ നമ്മൾ വരച്ച ഒരു ഇമാജിനറി ലൈനാണ്, ഒരു ഇമാജിനറി ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. നോക്കാം നമുക്ക് എന്താണ് സർഫസ് ടെൻഷൻ എന്ന്. ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഒരു ലിക്വിഡ് സർഫസ്, ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ചു. ഈ ലൈനിൻ്റെ ലെങ്ത് L ആണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിൻ്റെ കപ്പാസിറ്റിയാണ്. അത് സർഫസിൽ പരമാവധി ചുരുങ്ങി നിൽക്കാനുള്ള ആ ലിക്വിഡിൻ്റെ കപ്പാസിറ്റിയെ നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സർഫസ് ടെൻഷൻ കുറവ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിൽ സോപ്പ് ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോപ്പ് ഡിറ്റർജൻറ്റ് നമ്മൾ വെള്ളത്തിൽ യൂസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും, അപ്പോൾ വെള്ളത്തിന് വികസിക്കാനുള്ള കഴിവ് കൂടും. അതുകൊണ്ട് നമ്മുടെ ക്ലോത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും അത് ഇടിച്ച് കയറും, അപ്പോൾ നമുക്ക് ക്ലോത്ത് വൃത്തിയായി കിട്ടും. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സർഫസ് ടെൻഷനും ഡിറ്റർജൻസും തമ്മിലുള്ള ബന്ധം എന്താണ്. അപ്പോൾ സർഫസ് ടെൻഷൻ ഒരു കഴിവാണ്. ഒരു സർഫസിൽ വെള്ളത്തിന് പരമാവധി ചുരുങ്ങിയ ഏരിയയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന സർഫസ് ടെൻഷൻ. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുന്നത് എന്താണ്? സർഫസ് ടെൻഷൻ ഈസ് ദ force acting per unit length on a liquid surface is called surface tension. Equation S is equal to F/L ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ത് എഴുതാം? SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ഈസ് ദ SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. വൈ ഡു ഫാമേഴ്സ് പ്ലോ ഫീൽഡ് ബിഫോർ സമ്മർ? വേനൽക്കാലത്തിൻ്റെ മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫാർമേഴ്സ് നിലം കിളക്കാൻ കാരണമെന്നാണ്. അതായത് നമ്മൾ ട്രാക്ടറൊക്കെ വെച്ച് ഇങ്ങനെ നമ്മൾ നാട്ടിൻപുറത്ത് കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ ട്രാക്ടറൊക്കെ വെച്ച് നമ്മൾ പാടങ്ങളൊക്കെ കിളച്ചിരുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിൽ ക്യാപ്പിലറി ബബിൾസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രേക്കായി പോകും. അപ്പോൾ നമുക്ക് ആ ഭൂമി ഒരുപാട് കാലം നമുക്ക് വരണ്ടുണങ്ങാതെ കിട്ടും. അങ്ങനെ വരണ്ടുണങ്ങാതിരിക്കാനാണ് ഇങ്ങനെ ഈ സമ്മർ കാലങ്ങളിൽ അപ്പോഴത്തെ ക്യാപ്പിലറി ബബിൾസ് ബ്രേക്ക് ആവും. അതാണ് നമ്മുടെ ഫിസിക്സിലെ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ കിളക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപ്പിലറി ബബിൾസ് ബ്രേക്ക് ആവാതെ കിട്ടും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് 1 മാർക്കായിരുന്നു, രണ്ടാമത്തെ ചോദ്യത്തിന് 1 മാർക്കായിരുന്നു, ഇപ്പോൾ 2 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. ഇനി ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. ഞാൻ ഡയഗ്രമൊക്കെ വരച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഒന്ന് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് ഡ്രോപ്പിലെ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിതായിരുന്നു ലിക്വിഡ് ഡ്രോപ്പ്. ഇത് ഇത്ര ഏരിയ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഈ ഏരിയയോട് കൂടി ഇത് അവിടെ കംപ്രസ് ചെയ്ത് നിന്നു. നമ്മൾ Δr ആണ് ഇൻക്രീസ് ഇൻ റേഡിയസ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡ്യൂ ടു എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ കാരണമുള്ള ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന വർക്ക് നമുക്ക് എഴുതാം. W equal to force into displacement. That displacement is Δr. ഓക്കെ, Δr എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ പ്രഷർ ഈക്വൽ ടു F/A ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു PA ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു PA. ഓക്കെ, കുഴപ്പമില്ല, ഒന്ന് മാറ്റാം, അത് അവിടെ നിന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ F ഇസ് ഈക്വൽ ടു PA ആണ്. നമുക്ക് എന്താണിത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? W ഈക്വൽ ടു PA Δr. P എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷറാണ്. എക്സസ് പ്രഷർ യൂസ് ചെയ്ത് വർക്കല്ല, എക്സസ് പ്രഷറാണ്. അപ്പോൾ ദിസ് ഈസ് എക്സസ് പ്രഷറാണ്. അപ്പോൾ നമ്മൾ W ഈക്വൽ ടു എക്സസ് പ്രഷർ ഇൻറ്റു ഏരിയ എന്താണ്? 4πr² ഇൻറ്റു Δr. 4πr² ഇൻറ്റു Δr. ഇത് നമ്മൾ ഇക്വേഷൻ 1 ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് കാരണം ഒരു ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് അത് നമ്മൾ അടുത്ത് കാണുകയാണ്. അപ്പോൾ നമുക്കറിയാലോ മക്കളെ, ഇവിടെ ബോർഡ് ശ്രദ്ധിക്കും. സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു F/L അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ഒരു L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വർക്ക് അല്ലേ? W=Fs അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? W/ഏരിയ, ലെങ്ത് ഇൻറ്റു ലെങ്ത് ഏരിയ അല്ലേ? അപ്പോൾ നമുക്ക് S is equal to W/A എന്ന് എഴുതാം.
ഇവിടെ ഇൻക്രീസിങ് ഏരിയ ആണെങ്കിൽ നമുക്ക് വർക്ക് ഇസ് ഈക്വൽ ടു എസ് ഡെൽറ്റ എ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് വർക്ക് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എസ് ഡെൽറ്റ എ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. എങ്ങനെ ഞാൻ ഇക്വേഷനിൽ എത്തിച്ചേർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഐക്യു വിശ്വസിക്കുന്നു. യെസ്, റിട്ടേൺ ബാക്ക്. അപ്പൊ നമ്മൾ എഴുതാണ് ഇതെന്താണ്? വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഡെൽറ്റ എ. ഡെൽറ്റ എ എന്ന് പറയുന്ന സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ വർക്ക്. ഓക്കെ, W ഈക്വൽ ടു എസ് ഡെൽറ്റ എ ടെൻസ് ടു എസ് ഇൻറ്റു ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഓക്കെ, നമ്മൾ W ഈക്വൽ ടു എസ് ഇൻറ്റു എന്താ മക്കളെ ഫൈനൽ ഏരിയ? ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4π r പ്ലസ് ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ. കാരണം r പ്ലസ് ഡെൽറ്റ ആർ ആണ് ഫൈനൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമുക്ക് r പ്ലസ് ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ 4π r സ്ക്വയർ. ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ W ഈക്വൽ ടു എസ് ഇൻറ്റു 4π r സ്ക്വയർ പ്ലസ് 2r ഡെൽറ്റ ആർ പ്ലസ് ഡെൽറ്റ ആർ സ്ക്വയർ മൈനസ് 4π r സ്ക്വയർ. ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എഴുതാം. 4π കൂടെ കയറ്റിയിട്ട് എഴുതാം. W ഈക്വൽ ടു എസ് ഇൻറ്റു 4π ഇൻറ്റു ആർ 4π r സ്ക്വയർ പ്ലസ് 8π r ഡെൽറ്റ ആർ പ്ലസ് 4π ഡെൽറ്റ ആർ സ്ക്വയർ മൈനസ് 4π r സ്ക്വയർ. മക്കളെ ശ്രദ്ധിക്ക്, ഈ 4π r സ്ക്വയറും 4π r സ്ക്വയറും കട്ടായി പോയി. പിന്നെ ഇവിടെ ഈ 4π ഡെൽറ്റ ആർ സ്ക്വയറും ഔട്ടായി പോകും. കാരണം ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ വാല്യൂ ആണ്. എന്നാൽ ഡെൽറ്റ ആർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. കാരണം സ്ക്വയർ അല്ലേ. ചെറിയ വാല്യൂകളുടെ സ്ക്വയർ ടേം ക്യൂബ് ടേം ഒക്കെ നമ്മൾ സ്വാഭാവികമായി നെഗ്ലക്ട് ചെയ്യും. അപ്പോൾ ഇയാളും ഇയാളൊക്കെ ഔട്ടായി. എന്താണ് ബാക്കിയുള്ളത്? W ഈക്വൽ ടു എസ് ഇൻറ്റു 8π r ഡെൽറ്റ ആർ. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഒന്ന് ഇക്വേഷൻ നമ്പർ 1 PE 4π r സ്ക്വയർ ഡെൽറ്റ ആർ. ഒന്ന് ഇക്വേഷൻ നമ്പർ 2 S ഇൻറ്റു 8π r ഡെൽറ്റ ആർ. LHS രണ്ടും വർക്കാണ്. അപ്പോൾ ഫ്രം 1 and 2 we get മക്കളെ ശ്രദ്ധിക്കട്ടോ, PE 4π r സ്ക്വയർ ഡെൽറ്റ ആർ ഈക്വൽ ടു S ഇൻറ്റു 8π r ഡെൽറ്റ ആർ. അപ്പം നമ്മൾ PE 4π r സ്ക്വയർ ഡെൽറ്റ ആർ ആദ്യം എഴുതി, S ഇൻറ്റു 8π r ഡെൽറ്റ ആർ എഴുതി. ഓക്കെ, ആരൊക്കെ കട്ടായി പോവും? ഡെൽറ്റ ആർ തട്ടിപ്പോയി. ഇവിടുന്ന് ഒരു പയ്യും വെട്ടിപ്പോയി. ഇവിടുന്ന് ഒരു ആറും ഒളിച്ചോടി. ഇവിടുന്ന് ഒരു 4ഉം 8ഉം വെട്ടിപ്പോയി. ഇവിടെ 2 ബാക്കിയുണ്ട്. നോക്കിയേ എന്താ വന്നത്? ഇവിടെ ഒരു 6 ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു 6 ബാക്കിയുണ്ട്. PE r ഈക്വൽ ടു 2s എന്നല്ലേ വന്നത്? ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് 2s by r. യുറീക്ക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് 2s by r എന്ന് കിട്ടി. ഇനി അത് ബബിൾ ആണെങ്കിലോ 2 ഫേസ് ഉണ്ടാകും. അപ്പോൾ എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ എന്ന് അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? ദാറ്റ് ഈസ് 4s by r. ഓക്കെ, അപ്പൊ നമ്മൾ ആ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര പെട്ടെന്നാണ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞത്. ടോട്ടൽ ഇപ്പോൾ നിങ്ങൾ 5 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്, 2018 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, എന്താണ് ക്യാപ്പിലറി റൈസ്? ഒരു ലിക്വിഡ്, ഒരു ക്യാപ്പിലറി ട്യൂബ് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ക്യാപ്പിലറി ട്യൂബിനകത്തെ ലിക്വിഡ്, അതിനകത്ത് മറ്റൊരു ലിക്വിഡ് ഉണ്ടാകും. ആ ലിക്വിഡ് റൈസായി വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്പിലറി റൈസ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ക്യാപ്പിലാരിറ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഡിറ്റർജന്റും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, ഞാൻ മുന്നേ വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു, എന്നാലും പറയാണ്. ഡിറ്റർജന്റ് യൂസ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓർമ്മയിലുണ്ടാവണം, ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടും ഡിറ്റർജന്റ് യൂസ് ചെയ്യുമ്പോൾ. മറ്റൊന്ന് ഒരു ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഹൈറ്റ് ഓഫ് ദ ക്യാപ്പിലറി ഡിറൈവ് ചെയ്യാം. ശ്രദ്ധിക്കുക, നേരത്തെ 5 മാർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ 2 മാർക്കിന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 10 മാർക്ക് കിട്ടാൻ ആവശ്യമായ 3 മാർക്കും കൂടെ ബാക്കിയുണ്ട്. ആ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്രഷൻ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ക്യാപ്പിലറി റൈസ്. ഓക്കെ, ശ്രദ്ധിക്കുക, നമ്മളൊരു ലിക്വിഡ് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ ഒരു ക്യാപ്പിലറി ട്യൂബ് നമ്മൾ പ്ലേസ് ചെയ്യാം. ക്യാപ്പിലറി ട്യൂബ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ലിക്വിഡ് ഇത്ര റൈസ് ചെയ്യും. ഇതാണ് ക്യാപ്പിലറി റൈസ്. ഓക്കെ, ഞാൻ ചിത്രം മാറ്റി വരയ്ക്കുകയാണ്. ഈ ട്യൂബിനെ മാത്രം മാറ്റി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാപ്പിലറി ട്യൂബ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാപ്പിലറി ട്യൂബ്. ഈ ചിത്രം വരയിൽ മിടുക്കനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനെ നമ്മളൊരു സർക്കിളാക്കി മാറ്റി. ഇതിൻ്റെ ഈ സംഭവമാണ് കേട്ടോ നമ്മൾ ഈ വരയ്ക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഈ റേഡിയസ് നമ്മൾ എ എന്ന് കൊടുത്തു, ഇത് ആർ എന്ന് കൊടുത്തു. ഓക്കെ, ഇത് കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആണ് എ. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഈ സർഫസിനെ നമ്മൾ ഈ കോൺകേവ് സർഫസിനെ നമ്മൾ ഒരു സർക്കിളാക്കി മാറ്റിയപ്പോൾ റേഡിയസ് ആണ് മക്കളെ. അപ്പോൾ നമുക്കറിയാലോ എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് P ഈക്വൽ ടു 2S/R എന്നറിയാലോ. നമ്മളിവിടെ ആംഗിൾ വരയ്ക്കുകയാണ്. ഈ ചിത്രത്തിൽ കോസ് തീറ്റ ഈക്വൽ എന്താ മക്കളെ? കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ, അപ്പോൾ A/R അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A/R. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു മക്കളെ A/cos θ എന്ന് കിട്ടൂലേ, A/cos θ എന്ന് കിട്ടൂലേ. R ഈക്വൽ ടു ഇവിടെ ഈ R എന്ന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P is equal to 2S/A/cos θ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 2S cos θ/A. അതുപോലെ നമുക്കറിയാലോ P is equal to H ρg, നമ്മുടെ ബേസിക് ഇക്വേഷൻ ഗെയ്ഗ് പ്രഷറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചേ. P is equal to H ρg. അപ്പോൾ നമുക്ക് ഈ രണ്ടിൻ്റെയും LHS ഈക്വൽ ആണ്. അപ്പോൾ RHS ഈക്വൽ ആക്കി എഴുതാം. അപ്പോൾ H ρg ഈക്വൽ ടു 2S cos θ/A. We want to find height of the capillary tube. Height of the capillary tube H is equal to 2S cos θ/ρGA. This equation represents the height of the capillary tube. Total 10 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. എത്ര സിമ്പിൾ ആയിട്ടാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിലെ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്, ഡെറിവേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത്. വീഡിയോ വീണ്ടും കാണുക, കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് എല്ലാ വിജയാശംസകളും. യുവർ ഓൺ IQ.